ഓണം സ്പെഷ്യൽ ഒ ടി ടി റിലീസുകളൊക്കെയാണ് ഈ ആഴ്ച നമുക്ക് കാണാൻ സാധിക്കുക. അതൊക്കെയാണ് ഒ ടി ടി റിലീസുകളുടെ ഒരു ചാകര തന്നെയാണ് ഓണമായിട്ട് നടക്കാൻ പോകുന്നത്. ഈ ആഴ്ച ഒ ടി ടിയുടെ റിലീസ് ചെയ്യാൻ പോകുന്ന ഏകദേശം 12 സിനിമകളുടെ ഒ ടി ടി റിലീസ് അപ്ഡേറ്റ്സ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ഭാഗത്ത് പങ്കുവെക്കാൻ പോകുന്നത്. അപ്പൊ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കാണെങ്കിൽ പുത്തൻ പുതിയ സിനിമാ വിശേഷങ്ങൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. ഈ ആഴ്ചത്തെ ഒ ടി ടി റിലീസുകൾ ആദ്യത്തെ ചിത്രം നോക്കുകയാണെങ്കിൽ ആദ്യമായിട്ട് ഒരു വെബ് സീരീസ് ആണ്. സോണി ലൈവ് വഴി പുറത്തിറങ്ങിയിരിക്കുന്ന ബെഞ്ച് ലൈഫ് എന്ന് പറയുന്ന വെബ് സീരീസ് ആണ്. തമിഴാണ് ചിത്രത്തിന്റെ ഒറിജിനൽ ലാംഗ്വേജ്. മലയാളത്തിൽ നമുക്ക് ഈ ഒരു വെബ് സീരീസ് കാണാൻ സാധിക്കുന്നതായിരിക്കും. ഈ ഒരു വെബ് സീരീസ് കാണണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് സോണി ലൈവ് വഴി കാണാൻ സാധിക്കുന്നതായിരിക്കും. അടുത്ത ഈ ആഴ്ചത്തെ രണ്ടാമത്തെ ചിത്രം എന്നൊക്കെയാണ് തെലുങ്കിൽ നിന്നുള്ള ചിത്രമാണ്. എന്ന് പറയുന്ന തെലുങ്ക് ചിത്രമാണ്. ചിത്രം റിലീസിനെത്തിയിരിക്കാൻ നെറ്റ്ഫ്ലിക്സിലാണ്. ചിത്രം തെലുങ്കിന് പുറമെ മലയാളം, തമിഴ്, ഹിന്ദി തുടങ്ങിയ ഭാഷയോടെയായിട്ട് നമുക്ക് നെറ്റ്ഫ്ലിക്സ് വഴി ഇന്ന് മുതൽ ഈ സിനിമ കാണാൻ സാധിക്കുന്നതായിരിക്കും. ഇന്ന് സർപ്രൈസ് ആയിട്ട് ഒ ടി ടിയുടെ റിലീസിനെത്തിയ ചിത്രം എന്ന് നോക്കിയാൽ തെലുങ്കിൽ നിന്നുള്ള ചിത്രമാണ്. രവിതേജ് കേന്ദ്ര കഥാപാത്രത്തിലെത്തിയ മിസ്റ്റർ ബച്ചൻ എന്ന് പറയുന്ന സിനിമയാണ്. ചിത്രം റിലീസിനെത്തിയിരിക്കുക നെറ്റ്ഫ്ലിക്സിലാണ്. തെലുങ്കിന് പുറമെ മലയാളം, തമിഴ്, ഹിന്ദി തുടങ്ങിയ ഭാഷയോടെയായിട്ട് നമുക്ക് നെറ്റ്ഫ്ലിക്സ് വഴി മിസ്റ്റർ ബച്ചൻ എന്ന് പറയുന്ന സിനിമ കാണാൻ സാധിക്കുന്നതായിരിക്കും. അവിടെ പിന്നെ മറ്റൊരു തമിഴ് ചിത്രം ഇന്ന് റിലീസിലെത്തിയിട്ടുണ്ട്. ടീൻസ് എന്നാണ് ഈ സിനിമയുടെ പേര്. ആമസോൺ പ്രൈം വീഡിയോസിലാണ് ചിത്രം റിലീസിനെത്തിക്കുക. തമിഴ്, തെലുങ്ക് തുടങ്ങിയ ഭാഷയോടെയായിട്ട് ഈ സിനിമ കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും. ഇന്ന് സർപ്രൈസ് ആയിട്ട് ഒ ടി ടിയുടെ റിലീസിനെത്തിയ ചിത്രം എന്ന് നോക്കിയാണ് കീർത്തി സുരേഷ് കേന്ദ്ര കഥാപാത്രത്തെ രഘുത്താത്ത എന്ന് പറയുന്ന സിനിമയാണ്. ചിത്രം റിലീസിനെത്തിയിരിക്കുക C5 എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ വഴിയാണ്. ഓഗസ്റ്റ് മാസം 15 തിയേറ്ററിൽ എത്തിയ ചിത്രത്തിന് മികച്ച അഭിപ്രായം നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ബോക്സ് ഓഫീസിൽ ചിത്രം പരാജയമായിരുന്നു. അപ്പൊ ഈ ഒരു സിനിമ കാണണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് C5 വഴി ഈ ഒരു സിനിമ കാണാൻ സാധിക്കുന്നതായിരിക്കും. ഇന്ന് റിലീസിലെത്തിയിരിക്കുന്ന മറ്റൊരു ചിത്രം എന്ന് നോക്കണേ കന്നഡയിൽ നിന്നുള്ള ഒരു ആന്തോളജി ചിത്രമാണ്. രൂപാന്തര എന്നാണ് ഈ ഒരു ആന്തോളജി ചിത്രത്തിന്റെ പേര്. നമ്മുടെ രാജ്ബി ഷെട്ടിയുടെ ഒക്കെ ഒരു കേന്ദ്ര കഥാപാത്രത്തെത്തിയ വെബ് സീരീസ് ഒരു ആന്തോളജി ചിത്രമാണ്. ചിത്രം റിലീസിലെത്തിയിരിക്കുന്ന ആമസോൺ പ്രൈം വീഡിയോസിലാണ്. നിലവിൽ കന്നഡ ഭാഷ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. അവിടെ പിന്നെ ഇന്ന് സർപ്രൈസ് ആയിട്ട് ഒ ടി ടിയുടെ റിലീസിലെത്തിയിരിക്കുന്ന മറ്റൊരു ചിത്രം എന്ന് നോക്കുകയാണെങ്കിൽ ഹിന്ദി എന്നുള്ള ചിത്രമാണ്. നമ്മൾ അമറോൺ മേ കഹാം ദുവ എന്ന് പറയുന്ന ചിത്രമാണ്. നീരജ് പാണ്ഡെ ആയിരുന്നു രചനയും സംവിധാനം നിർവഹിച്ചിട്ടുണ്ട്. എന്തെങ്കിലും 100 കോടിയോളം ബഡ്ജറ്റ് വന്ന ചിത്രം ബോക്സ് ഓഫീസിൽ വലിയൊരു പരാജയമായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ചിത്രം ആമസോൺ പ്രൈം വീഡിയോസ് ലഭ്യമായിരിക്കുകയാണ്. അപ്പൊ ഈ സിനിമ കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് ആമസോൺ പ്രൈം വീഡിയോസ് ഈ സിനിമ കാണാൻ സാധിക്കുന്നതായിരിക്കും. ഹിന്ദി ഭാഷ മാത്രമാണ് അവൈലബിൾ ആയിട്ടിരിക്കുന്നത്. അവിടെ പിന്നെ ഇന്ന് സർപ്രൈസ് ആയിട്ട് ഒ ടി ടി റിലീസിനെത്തിക്കുന്ന മറ്റൊരു ചിത്രം എന്ന് നോക്കിയാൽ മലയാളത്തിൽ നിന്നുള്ള ചിത്രമാണ്. നുണക്കുഴി എന്ന് പറയുന്ന ബേസിൽ ജോസഫ്, ജിത്തു ജോസഫ് ചിത്രമാണ്. ഈ ഒരു വർഷത്തെ വിജയ് ചിത്രം കൂടിയാണ്. ഓഗസ്റ്റ് മാസം 15 റിലീസ് ചെയ്ത ചിത്രത്തിന് ഡിജിറ്റൽ റൈറ്റ്സ് എല്ലാം തന്നെ C5 സ്വന്തമാക്കിയിട്ടുള്ള കാര്യം നമ്മൾ നേരത്തെ തന്നെ അറിയിച്ചാണ്. അപ്പൊ ഈ സിനിമ കാണണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് C5 വഴി മലയാളത്തിൽ പുറമെ തമിഴ്, തെലുങ്ക് തുടങ്ങിയ ഭാഷയോടെയായിട്ട് ഈ സിനിമ കണ്ടാസ്വദിക്കാൻ സാധിക്കുന്നതായിരിക്കും. അപ്പൊ ഇത്രയും ചിത്രങ്ങളാണ് ഇന്ന് റിലീസ് എത്തിക്കുക. അതോടൊപ്പം ഈ ആഴ്ച വരും ദിവസങ്ങളായിട്ട് റിലീസ് ചെയ്യാൻ പോകുന്ന സിനിമകളെ കുറിച്ച് നോക്കുകയാണെങ്കിൽ തമിഴിൽ നിന്നുള്ള ചിത്രമാണ്. നമ്മുടെ സൂരി, അതോടൊപ്പം അന്നബൻ തുടങ്ങിയ ഒരു കേന്ദ്ര കഥാപാത്രത്തെ കൊട്ടുകാളി എന്ന് പറയുന്ന സിനിമയാണ്. ചിത്രം ഈ വരുന്ന സെപ്റ്റംബർ മാസം 20 സിംപ്ലി സൗത്ത് എന്ന് പറയുന്ന ഒ ടി ടി പ്ലാറ്റ്ഫോമിൽ റിലീസ് ചെയ്യുന്ന അറിയിച്ചിട്ടുണ്ട്. അപ്പൊ ഈ സിനിമ കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് സിംപ്ലി സൗത്ത് വഴി ഈ സിനിമ സെപ്റ്റംബർ മാസം 20 മുതൽ കാണാൻ സാധിക്കുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ മറ്റൊരു ഈ ആഴ്ച റിലീസ് ചെയ്യാൻ പോകുന്ന മറ്റൊരു ചിത്രം എന്ന് നോക്കുകയാണെങ്കിൽ ഓണം സ്പെഷ്യൽ ഒ ടി ടി റിലീസാണ്. ജലധാര പമ്പ് സെറ്റ് എന്ന് പറയുന്ന ഉർവശി, അതോടൊപ്പം തന്നെ നമ്മുടെ സനുഷ, ഇന്ദ്രൻസ് തുടങ്ങിയ ഒരു കേന്ദ്ര കഥാപാത്രത്തെ ചിത്രത്തിന്റെ ഒ ടി ടി അപ്ഡേറ്റ്സ് വന്നിട്ടുണ്ട്. ചിത്രം വരുന്ന സെപ്റ്റംബർ മാസം 15 ഓണം സ്പെഷ്യൽ ആയിട്ട് ജിയോ സിനിമാസ് വഴി റിലീസ് ചെയ്യുന്ന അറിയിച്ചിട്ടുണ്ട്. അപ്പൊ ഈ സിനിമ കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് ജിയോ സിനിമാസ് വഴി സിനിമ കാണാൻ സാധിക്കുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ ഈ ഒരു വർഷത്തെ ഏറ്റവും വലിയ ഹിറ്റ് ചിത്രമായിട്ട് മാറുന്ന സ്ത്രീ 2 എന്ന് പറയുന്ന ശ്രദ്ധ കപൂർ ചിത്രത്തിന്റെ ഒ ടി ടി റിലീസ് ഡേറ്റ് പുറത്തുവിട്ടിട്ടുണ്ട്. ചിത്രത്തിന്റെ ഡിജിറ്റൽ റൈറ്റ്സ് എല്ലാം തന്നെ ആമസോൺ പ്രൈം വീഡിയോസ് ആണ് സ്വന്തമാക്കിയിരിക്കുന്നത്. എന്തൊക്കെയാണ് ചിത്രം 750 കോടിക്ക് മുകളിലോടെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്ന് കളക്ട് ചെയ്ത് ഈ ഒരു വർഷത്തെ വിജയ് ചിത്രമായിട്ട് മാറാൻ സാധിച്ചിട്ടുണ്ട്. ഇപ്പോഴത്തെ ചിത്രം ഈ വരുന്ന സെപ്റ്റംബർ മാസം 27 മുതൽ ആമസോൺ പ്രൈം വീഡിയോസ് വഴി റിലീസ് ചെയ്യുന്ന അറിയിച്ചിട്ടുണ്ട്. ഹിന്ദി ഭാഷ മാത്രമേ ലഭ്യമായിട്ടുള്ളൂ. അപ്പം ഇത്രയും ചിത്രങ്ങളുടെ കൺഫേംഡ് ആയിട്ടുള്ള അപ്ഡേറ്റ്സ് വന്നിട്ടുണ്ട്. അവിടെ പിന്നെ വാഴ എന്ന് പറഞ്ഞ ഏറ്റവും പുതിയ മലയാള ചിത്രത്തിന്റെ ഒ ടി ടി റിലീസ് അപ്ഡേറ്റ്സ് ഒക്കെ പുറത്തു വന്നിട്ടുണ്ട്. ചിത്രത്തിന്റെ ഡിജിറ്റൽ റൈറ്റ്സ് എല്ലാം തന്നെ ആമസോൺ പ്രൈം വീഡിയോസ് സ്വന്തമാക്കിയതാണ് ഇപ്പോൾ അറിയാൻ സാധിച്ചിരിക്കുന്നത്. എന്നാൽ ചിത്രത്തിന്റെ ഒ ടി ടി റിലീസ് ഡേറ്റ് പുറത്തുവിട്ടിട്ടില്ല. ഒക്ടോബർ മാസം മാത്രമേ ചിത്രത്തിന്റെ ഒ ടി ടി റിലീസ് ഉണ്ടാകത്തുള്ളൂ എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിച്ചിരിക്കുക. എന്തൊക്കെയാണ് നമുക്ക് കാത്തിരിക്കാം ചിത്രത്തിന്റെ ഒ ടി ടി റിലീസിനായിട്ട്. അതോടൊപ്പം തന്നെ നിവിൻ പോളി നായകനായിട്ട് എത്തിയ രാമചന്ദ്ര ബോസാൻകോ എന്ന് പറയുന്ന സിനിമയുടെ, അതോടൊപ്പം തന്നെ ദിലീപേട്ട കേന്ദ്ര കഥാപാത്രത്തെ ബാന്ദ്ര എന്ന് പറയുന്ന സിനിമയുടെ ഒ ടി ടി റിലീസ് അപ്ഡേറ്റ്സുകൾ ഒന്നും തന്നെ ലഭ്യമായിട്ടില്ല. നിരവധി ആൾക്കാരാണ് ഈ രണ്ട് ചിത്രങ്ങളുടെ ഒ ടി ടി റിലീസ് അപ്ഡേറ്റ്സുകൾ നമ്മളോട് ചോദിക്കുന്നത്. എന്തെങ്കിലും അപ്ഡേറ്റ്സുകൾ വരുവാണെങ്കിൽ നമ്മൾ നമ്മുടെ വീഡിയോസ് ഭാഗത്ത് അറിയിക്കുന്നതായിരിക്കും. അപ്പൊ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വരുന്നു. അപ്പൊ ഈ ഓണത്തിന് നിങ്ങൾ ഏത് ചിത്രം കാണാൻ വേണ്ടിയാണ് കൂടുതൽ ഒ ടി ടി ഒന്നായിട്ട് ഏത് ചിത്രം കാണാൻ വേണ്ടിയാണ് നിങ്ങൾ കാത്തിരിക്കുക? കമന്റ് ബോക്സിൽ പോകുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.